ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡാൻസ് ഡ്രസ്സിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത സമയത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത സമയത്ത് അധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരാളുടെ സ്കേർട്ടിന് വേണ്ടിയിട്ട് മാത്രം 10 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടി മാത്രമായിട്ട് ഒരു 10 മീറ്റേഴ്സ് എടുക്കുക അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാനൊരു പാറ്റേൺ പേപ്പറിൽ കളേർഡ് ആയിട്ടുള്ള പേപ്പറിൽ കളർഫുൾ ആയിട്ടുള്ള പേപ്പറിൽ ഓരോ ലെയറും ഓരോ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. മിനിയേച്ചർ പോലെയാണ് ആ ഒരു സ്കേർട്ടിൻ്റെ മിനിയേച്ചർ വേർഷൻ പോലെയാണ് നമ്മളിതിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫാബ്രിക്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു റഫ് ആയിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ആദ്യമേ തന്നെ നല്ല ഫാബ്രിക് വെച്ച് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്യരുത്. ബിഗിനർ ആണെങ്കിലും അല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ടൈലർ ആണെങ്കിലും ശരി, നിങ്ങൾ ഈ ഒരു പാറ്റേൺ ചെയ്യുമ്പോൾ ആദ്യം ഒരു റഫായിട്ട് 2 ലെയറെങ്കിലും ചെയ്ത് നോക്കിയിട്ട് മാത്രം നല്ല മെറ്റീരിയലിൽ ചെയ്യുക. നല്ല ഡിമാൻഡുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യുണീക്കായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വെറൈറ്റി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു മിനിയേച്ചർ പോലെയാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. അതായത് പേപ്പറിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ മെയിൻ ഫാബ്രിക് ആ ഒരു ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എക്സാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പാവാടയ്ക്ക് മാത്രം 10 മീറ്റർ ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അത് നമ്മളൊരു പേപ്പറിലേക്ക് മാറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ലെയർ കട്ടിങ്ങും കാര്യങ്ങളും ഫാബ്രിക്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ പേപ്പറിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോ ലെയറും ഓരോ കളറിലായിട്ട് എടുത്തിട്ടുണ്ട്. ബ്രൗണ്, ഗ്രീന്, ബ്ലാക്ക് ലെയറായിട്ട് നമ്മൾ ഓരോ ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഫോൾഡിങ്ങും കാര്യങ്ങളും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ 360 ആംഗിളിലുള്ള ഫുൾ അംബ്രല്ല സ്കേർട്ട് ആണ് ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ജോയിനിങ് ഒന്നും വരാത്ത തരത്തിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു 360 ആംഗിളിൽ വരുന്ന സ്കേർട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത് നോർമലി നമ്മൾ എടുക്കാറുള്ള സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുള്ളത് വെയ്സ്റ്റ് മെഷർമെൻറ്റ്സും അതിൻ്റെ സ്കേർട്ടിന് എത്ര ലെങ്ത്ത് വേണം എത്ര ഇറക്കം വേണം എന്നനുസരിച്ച് അതിൻ്റെ ലെങ്ത്തുമാണ് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് മെഷർമെൻ്റ് ആയിട്ട് എടുക്കാറുള്ളത്. നമ്മളിപ്പോൾ ഒരു സ്കേർട്ട് എടുക്കുവാണെങ്കിൽ നോർമൽ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു പാറ്റേണിനും വേണ്ടിയിട്ട് എടുക്കുന്നത്. ലെങ്ത്തും വെയ്സ്റ്റും ഈ 2 മെഷർമെൻറ്റ്സ് നിങ്ങൾ എടുത്തു വെക്കുക ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. ഞാൻ വീഡിയോയിൽ അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ട ആ ഒരു ഡിസൈന് ഒരു 5 to 6 ഇയർ ഏജ് ഗ്രൂപ്പിലുള്ള ഗേൾസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പാറ്റേൺ ആണ്. അതിലും ഓരോരുത്തർക്കും ഓരോ മെഷർമെൻറ്റ്സ് ആണ് വരുന്നത്. അറിയാലോ, നമുക്ക് ഓരോ കുട്ടിയും യുണീക്കാണ്, ഓരോ ആളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ പക്ഷേ എല്ലാവർക്കും നമ്മൾ സ്കേർട്ടിന് 10 മീറ്റർ എടുത്തിട്ടുണ്ട്. ആ ഒരു 5 ലെയറിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബ്ലൂ ലെയറും 4 പിങ്ക് ലെയറും വെച്ച് നമ്മളൊരു 5 ലെയറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 5 ലെയറിനും കൂടെ ഒരാൾക്ക് മാത്രം 10 മീറ്റർ ഫാബ്രിക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിതാ അതേ മെഷർമെൻറ്റ്സ് അതിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കോർണർ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വേസ്റ്റും ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 3 കളറും ഇതേപോലെ തന്നെ കോണോട് കോണ് മടക്കിയിട്ട് എടുക്കുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്കേർട്ടിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ഒന്നും കൂടെ കാണിക്കാം. അതായത് വെയ്സ്റ്റ് എത്രയാണോ അതിന് 6.28 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ആണ് എ എന്ന് പറയുന്നത്.
ആ ഒരു വാല്യൂ ആണ് നമ്മൾ ക്രോസ് ചെയ്തേക്കുന്നത്. അതായത് കോണോട് കോണ് മടക്കിയേക്കുന്ന ആ ഒരു കോണിൽ നിന്ന് ആ ഒരു എമൗണ്ട് താഴത്തേക്ക് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു വരച്ച പോയിന്റിൽ നിന്നാണ് സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ഞാൻ ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ അടുത്ത ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. സ്കേർട്ടിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു പോയിന്റിൽ കൂടിയിട്ട് നമുക്ക് ഓരോ ലെയേഴ്സും കട്ട് ചെയ്തിട്ടെടുക്കണം. വേസ്റ്റിൻ്റെ ഏരിയയും ലെങ്ത്തിൻ്റെ ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഏരിയയും നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും സെയിം പ്രോസസ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മിനിയേച്ചർ പാറ്റേണിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു 3 പീസസേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ മെയിൻ ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ 5 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. 5 ആയിരിക്കണം ഏറ്റവും മിനിമം ലെയർ. 5 തൊട്ട് 6 7 അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാവുന്നതാണ്. നമ്മൾ ഈ ഒരു മിനിയേച്ചറിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു 3 ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓരോ ലെയറും ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മെറ്റീരിയൽ ജോർജറ്റാണ്. ഏത് മെറ്റീരിയലാണെന്ന് കുറേയധികം പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ജോർജറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാറ്റിനോ ഒഴുകിക്കിടക്കുന്ന ഏത് ഫാബ്രിക്കും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കോട്ടൺ ഫാബ്രിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് കുറച്ച് സ്റ്റിഫായിട്ട് ആ ഒരു എഡ്ജസ് ഒക്കെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. പക്ഷെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഒഴുകി കിടക്കുന്ന ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാറ്റിനോ ജോർജറ്റോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് കുറച്ച് സ്റ്റിഫായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടൺ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ 3 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തേർഡ് ലെയറും പോലെ നമ്മൾ 3 ലെയേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോയിനിങ് ഒന്നും വരാത്ത തരത്തിൽ വേണം നിങ്ങൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഫാബ്രിക് എടുക്കുമ്പോൾ നല്ല വിഡ്ത്തുള്ള, അതായത് 60 ഇഞ്ചസ് വിഡ്ത്തുള്ള ഫാബ്രിക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോർണറിൽ ജോയിൻറ്റ് വരും. നിങ്ങൾക്ക് പിന്നെയും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരും. നല്ല വിഡ്ത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കട്ടിങ്ങിൽ നിങ്ങളുടെ പ്രോസസ്സ് കഴിയും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ട ഒന്നാണ് ഇതേപോലൊരു റിങ് എന്ന് പറയുന്നത്. ഞാനിവിടെ മിനിയേച്ചറിൽ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ബാംഗിൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ മെയിൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു റിങ് എടുക്കണം. അതേപോലെ നിങ്ങളൊരു ബെൽറ്റ് 2.5 ഇഞ്ചോ 3 ഇഞ്ചോ വിഡ്ത്തുള്ള ആ ഒരു ബെൽറ്റും കൂടിയിട്ട് നിങ്ങൾ എടുക്കണം. സ്കേർട്ടിലേക്ക് എലാസ്റ്റിക്കോ അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ത്രെഡോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലെയേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ലെയേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് കാണിക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ഈ ഒരു ത്രെഡ്, അതായത് സ്റ്റിക്ക് യൂസ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്, പേപ്പറിലല്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്മൾ സൈഡ് ബാറിൽ കൊടുത്തിട്ടുള്ള സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കേർട്ട് പൊക്കിയെടുക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ സൈഡ് ബാറിൽ കൊടുത്തേക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ആ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്കേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റിങ്ങും സൈഡ് ബാറിൽ ഞാൻ കൊടുത്തേക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതായത് ബോണ്ടിങ് എന്ന് പറയും, അതും കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റിങ്ങിന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേസ്റ്റിൽ യൂസ് ചെയ്യുന്ന ആ ലൂപ്പില്ലേ, ഹൂല ലൂപ്പ് എന്ന് പറയും, അത് ഉപയോഗിക്കാം. ഞാൻ അതായിരുന്നു ഉപയോഗിച്ചത്. അത് നമ്മുടെ സെയിം ഫാബ്രിക് വെച്ചിട്ട് കവർ ചെയ്തിട്ട് എടുത്തിട്ട് അത് യൂസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു
എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് എത്ര ലെയേഴ്സ് വേണം അല്ലെങ്കിൽ എത്ര പാറ്റേൺ വേണം എന്നുള്ള കാര്യം നമ്മൾ അതിൽ മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ 8 ലെയേഴ്സാണ് ഒരു സ്കേർട്ടിൽ നിന്ന് എടുക്കുന്നത്. അത് നമുക്ക് മാർക്ക് ചെയ്യാൻ സിമ്പിളാണ്, കാരണം നമ്മൾ 8ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കേർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 8 ഏരിയാസ് പോർഷൻസ് ആവുമ്പോൾ കറക്റ്റായിട്ട് ആ ഫോൾഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു മാർക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ല നിങ്ങൾക്ക് ഒരു 6 ഒക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിസ്റ്റ് മെഷർമെൻറ്റിനെ 6 വച്ച് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 8 പോർഷനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്കിങ് എല്ലാ ലെയേഴ്സിലും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എത്ര ലെയേഴ്സാണോ എടുക്കുന്നത് അത്രയും ലെയേഴ്സിൽ നിങ്ങൾ ആ ഒരു മാർക്കിങ് കൊടുക്കണം. നിങ്ങൾ 6 ലെയേഴ്സാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 6 ലെയറിലും ഇതേപോലെ എത്ര പോർഷൻസ് ആണ് വേണ്ടത്, നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് എന്നനുസരിച്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിന് 8ആയിട്ട് തന്നെ പോർഷൻസ് എടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഫാബ്രിക് ഫോൾഡ് ചെയ്തപ്പോൾ ആ ഒരു മടക്ക് എല്ലാത്തിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു 8 ആയിട്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നതാവും കൂടുതൽ എളുപ്പമായിട്ടുണ്ടാവുക. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ഒരു ലെയേഴ്സ് ഫോം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എല്ലാ ലെയേഴ്സിലും മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ 3 ലെയറാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ 6 7 ഒക്കെ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു സ്റ്റിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഗൺ ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മളതൊരു ഫാബ്രിക്കിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കലല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ പൊക്കിയെടുക്കുമ്പോൾ വെയിറ്റ് കാരണം സ്റ്റിക്ക് പൊട്ടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ ഞാൻ ഒരു സ്ക്രീനിൽ കാണിച്ച പോലെ ബോണറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനല്ല, ബോണറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് വാങ്ങിക്കുക. ഓൺലൈൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വാങ്ങിച്ച ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതേപോലെ നിങ്ങൾ സ്കേർട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ കൊടുത്തേക്കുന്ന ആ ഒരു ബോണറ്റ് ഇതേപോലെ 2 ലെയറായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സ്കേർട്ട് 2 മുകളിലും താഴെയുമുള്ള ലെയേഴ്സ് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു 8 പോർഷനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു മാർക്കിങ് ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. താഴെയും മുകളിലും വേറെ വേറെ സ്കേർട്ട് വെച്ചിട്ട് ഒരു പോക്കറ്റ് പോലെ, വളരെ നേർത്ത പോക്കറ്റ് പോലെ നിങ്ങളതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജിൽ ഓപ്പൺ ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഓപ്പൺ ഏരിയയിൽ കൂടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ബോണറ്റ് ഇതേപോലെ കയറ്റി വിട്ടാൽ മതി. കയറ്റി വിട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കും. നിങ്ങൾക്കിപ്പോൾ ആ ഒരു എങ്ങനെയാണ് അത് സ്റ്റിഫായിട്ട് കിടക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിതിലേക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ ലെയറിലും ഇതേപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു ഏരിയ കണ്ടിട്ട് വീഡിയോ ഓഫാക്കി പോകരുത്. കാരണം നമ്മൾ ഓരോ ലെയറും സ്റ്റിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നത് ആൾട്ടർനേറ്റ്സ് ആയിട്ടാണ്. അതും കൂടെ നിങ്ങൾ ഈ ഒരു സ്കേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സ്കിപ്പടിച്ച് പോവാതെ ഈ ഒരു ഏരിയ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യത്തെ ലെയറിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8 എണ്ണം ആണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. നമ്മൾ പെർഫെക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെയറിനാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്കേർട്ട് പോർഷൻ അതേപോലെ തന്നെ ആ ഒരു സ്കേർട്ടിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആൾട്ടർനേറ്റ് ആയിട്ടല്ല,
കറക്റ്റായിട്ട് നമ്മൾ 8 ഡിവൈഡ് ചെയ്ത ആ ഒരു പോർഷൻസ് സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കുക. സ്റ്റിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്കി ഏരിയാസിൽ കൂടെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നല്ല വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ആ ഒരു ബോണറ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതേപോലെ നമുക്കിനി അടുത്ത ലെയർ സെറ്റ് ചെയ്തെടുക്കണം. അടുത്ത ലെയർ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ലെയറിൻ്റെ നമ്മൾ പാർട്ടീഷൻ ആക്കിയതിൻ്റെ സെൻറ്റർ ലൈനിൽ കൂടിയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ലൈനിലാണ് നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റിക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം നമ്മൾ ജോയിൻ ചെയ്ത് നിങ്ങൾ അത് ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളത് ആ ഒരു സ്കേർട്ട് പൊക്കുമ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ടാണ് അതിൻ്റെ പോർഷൻസ് എല്ലാം കാണുന്നത്. സോ ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള പോർഷനാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെയും നമ്മൾ സെയിം പോലെ തന്നെ ഗൺ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാണ്. ആൾട്ടർനേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു പോയിൻ്റ് ഇട്ടെന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. മെഷീൻ വെച്ച് ചെയ്യുന്നവർക്കും ഈ ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഏരിയ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനാണ്. അതിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ വ്ളോഗ് ഇട്ടപ്പോൾ തൊട്ട് വേണമെന്ന് പറഞ്ഞത്. നമ്മൾ ഇത്രയും മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഞാനും അത്രയും വലിയ ബൾക്ക് തുണി കട്ട് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുന്നത് വിചാരിച്ചാണ് ഈ ഒരു പേപ്പറിൽ കട്ടിങ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് അടുത്ത ലെയർ വെച്ച് കൊടുക്കേണ്ടത്. സിമ്പിളായിട്ട് അതൊന്ന് വെച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ചാനലിൽ തയ്യലിലൂടെ വരുമാനം നേടാമെന്നൊരു ചലഞ്ച് നടക്കുന്നുണ്ട്. ലൈവ് ഓൺലൈനായിട്ട് ലൈവ് സെഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചെന്നൊന്ന് കണ്ടു നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. പ്രൊഫൈല് നമ്മൾ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ലൈവ് ഇടുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു റിങ് ഇനി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഏറ്റവും മുകളിൽ കിടക്കുന്ന ഫാബ്രിക്കിലേക്കാണ്, അതായത് മെറ്റീരിയലിലേക്കാണ് ആ ഒരു റിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു സ്കേർട്ടിൻ്റെ നമ്മൾ ജോയിൻ ചെയ്തേക്കുന്ന സ്ഥലത്ത് നിന്ന് കറക്റ്റ് സെൻറ്റർ പോർഷനാണോ നമ്മൾ മാർക്ക് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് ത്രെഡ് വെച്ചിട്ട് റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മൾ ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ത്രെഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ആ ഒരു സർക്കിളിൽ അല്ലെങ്കിൽ ആ ഒരു റിങ്ങിലേക്ക് ഈ ലെയേഴ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സെൻറ്റർ പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് ചരിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്ന് എടുത്ത് പിടിക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കറക്റ്റായിട്ട് ആ ഒരു റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ഒരു രീതിയിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ഏരിയയും സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അതേപോലെ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാം. അത് ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ 8 പോർഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു 8 പോർഷനിൽ നിന്നും കറക്റ്റ് സെൻറ്ററിലേക്ക് ഈ ഒരു ത്രെഡ് നമ്മൾ കോർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ട്രാൻസ്പെറൻറ്റ് യൂസ് ചെയ്യുന്നത് അത് പൊങ്ങി വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ത്രെഡിൻ്റെ ലുക്കും കാര്യങ്ങളൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രെഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ത്രെഡ്
ആ ഒരു റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സൈഡ് ബാറിൽ കാണിക്കുന്ന പോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡാൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തയ്യലിലൂടെ വരുമാനം എന്ന് പറഞ്ഞ് നമ്മളൊരു ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ചലഞ്ചിൽ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്